മീനില്ലാത്ത മീൻകറി അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത്. ഇതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണ എന്നറിയാം, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. വെറുതെ പറഞ്ഞ് തള്ളണതല്ല, നമ്മളിത് വെച്ച് നോക്കിയവർക്കറിയാം ഇതിൻ്റെ ഒരു സ്വാദ്. നമ്മൾ കോവക്കായ വെച്ചിട്ടാണ്, പച്ചക്കായ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. കോവക്കായ വെച്ചിട്ടാണ് ഇത്തവണ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി സ്വാദുള്ള കറിയാണ്. എന്തായാലും കോവക്കായ കുറച്ചധികം എടുത്തിട്ടുണ്ട്, അത് ഞാൻ കുറച്ച് വേറെ കാര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ്. അതേ മീൻകറിക്ക് ഒരു 5-6 കോവക്കായ ഇതേ സ്ലൈസായിട്ട് അരിഞ്ഞത് നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ചട്ടി ചൂടാക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊട്ടിച്ച് 3-4 ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ടാൽ 3-4 മതി. അത് ഇട്ടിട്ടൊന്നും മുപ്പിച്ചെടുക്കാം, അല്ലാണ്ട് കരിച്ച് കൊണ്ടുവരുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കോവക്കായ സ്ലൈസായിട്ട് അരിഞ്ഞതാണ്, ഒരു 5-6 കോവക്കായ ഉണ്ടാവും. പിന്നെ 2 പച്ചമുളകും കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലേ നമുക്ക് കിട്ടിയിട്ടുള്ള കോവക്കായ അത്ര നല്ലതൊന്നല്ല കേട്ടോ, ചുവപ്പ് കളർ കയറിയിട്ടുള്ള നല്ലപോലെ മൂത്തതാണ്. അപ്പോൾ മൂക്കാത്ത കോവക്കായാണെങ്കിൽ അത്രയും നല്ലത്. ഒരു 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മളൊരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോണ വരെ നമുക്ക് ചെറുതീരിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവായിട്ടുണ്ട്. അതിലേക്ക് 2 കഷ്ണം കുടംപുളി ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് ചേർക്കാം. അത്യാവശ്യം പുളി വേണം കേട്ടോ ഈ കറിക്ക്. ഞാൻ വലിയ 2 കഷ്ണം കുടംപുളിയാണ് ചേർത്തിട്ടുള്ളത്. നമുക്ക് നാളികേരപ്പാൽ എടുക്കണം. 1.5 കപ്പ് നാളികേരം നമ്മൾ ചെറിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1-ാം പാൽ എടുത്തിട്ടുണ്ട്. ഈ ഒഴിക്കുന്നത് 2-ാം പാലാണ് കേട്ടോ. 1.5 കപ്പ് നാളികേരത്തിലേക്ക് വെറും 1/2 കപ്പിനടുത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ 1-ാം പാൽ എടുത്തിട്ടുള്ളത്. 1-ാം പാൽ നല്ല കട്ടി വേണം. കട്ടിയുള്ള തേങ്ങാപ്പാലായി മാത്രമേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 2-ാം പാൽ നമ്മൾ എടുത്തത്. ബാക്കി 1-ാം പാൽ എടുത്തിട്ടുള്ള നാളികേരത്തിൽ വീണ്ടും നമ്മളൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിരുമ്മി പിഴിഞ്ഞെടുത്തതാണ്. അത് ഏതാണ്ട് നമുക്ക് 1/4 കപ്പോളം തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ 2-ാം പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിക്കണം. ഇടയ്ക്ക് അടച്ച് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ചാറൊന്ന് കുറുകി വരണം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കാൻ മറന്നുപോയി, ആദ്യം തന്നെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ചാറൊക്കെ ഒന്ന് വറ്റി നമ്മുടെ കോവക്കായ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ച് 1/4 കപ്പ് നാളികേരപ്പാൽ ഉണ്ടല്ലോ, 2-ാം പാൽ, അതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. 1-ാം പാൽ നമ്മൾ 1/2 കപ്പ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയുള്ള 1-ാം പാലാണ്. ഞാൻ പറഞ്ഞ പോലെ നാളികേരപ്പാൽ കട്ടിയില്ലെങ്കിൽ കറിക്കൊരു സ്വാദ് ഉണ്ടാവില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പാകത്തിന് കിട്ടും. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം അധികമൊന്നും തിളയ്ക്കേണ്ട. വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സാധാരണ നമ്മൾ തൃശ്ശൂർ മീൻകറി സ്റ്റൈൽ ചെയ്യണ പോലെ തന്നെ ഉള്ളി കാച്ചൊഴിക്കാം. ഒരു 8-10 ചുവന്നുള്ളി നമ്മൾ എടുത്തിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് അല്ലെങ്കിൽ നീളത്തിൽ അരിഞ്ഞിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവാവുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് താളിച്ചൊഴിക്കാം. ഈ താളിച്ചൊഴിക്കുന്ന സ്റ്റെപ്പൊക്കെ ഒഴിവാക്കരുതിട്ട്, അതൊക്കെയാണ് അതിൻ്റെ രുചി എന്ന് പറയുന്നത്. എന്തായാലും ഉള്ളിയും കൂടി താളിച്ചൊഴിക്കുമ്പോൾ പ്രത്യേകമാണ്. നമ്മൾ പ്രത്യേകിച്ച് തലേദിവസം രാത്രി ഉണ്ടാക്കിയിട്ട് പിറ്റേദിവസം കഴിക്കണമെങ്കിൽ പ്രത്യേക സ്വാദാട്ടാം. എൻ്റെ വീട്ടിലൊക്കെ നമ്മൾ വൃശ്ചിക മാസത്തിലാണ് ഈ കറിയൊക്കെ ഉണ്ടാക്കുക. വൃശ്ചിക മാസത്തിൽ മിക്കപ്പോഴും നമുക്ക് നോലുമ്പുണ്ടാവും. അച്ഛനാണെങ്കിൽ മീൻകറി ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പോൾ അമ്മ ഇതേപോലെ പച്ചക്കായ വെച്ചും കോവക്കായൊക്കെ വെച്ചിട്ട് ഇതേപോലെ മീൻകറി ഉണ്ടാക്കും. സത്യം പറയുന്നുണ്ടെങ്കിലേ മീനിട്ട് വെക്കുന്ന മീൻകറിനായിട്ട് എനിക്കിഷ്ടട്ടാ ഇങ്ങനെ വെക്കുന്ന കറി. നല്ല സ്വാദാണ്. മീനിൻ്റെ ഒരു ഉളുമ്പുമണ വേറെ ഒന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി കറിയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ നോലുമ്പൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് മീൻകറി മിസ് ചെയ്യണവർക്ക് വളരെ സഹായിക്കുന്ന ഒരു കറിയാണിത്. നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചത്. അപ്പോഴേക്ക് കറി നല്ല പോലെ സെറ്റായിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തോ. എൻ്റെ ഗ്യാരണ്ടിയാണ്. നല്ല സ്വാദാട്ടോ ഈ ഒരു കറി.